മുഅ്മിനീങ്ങളോട് ദേഷ്യം, മുഅ്മിനീങ്ങളോട് ഈർഷ്യത, മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അനാവശ്യ ധാരണ ഞങ്ങളുടെ മനസ്സിൽ നീ തോന്നിപ്പിക്കല്ലേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബനാ ഇന്നക റഊഫുർ റഹീം, നീ റഊഫാണ്, നീ റഹീമാണ് റബ്ബേ. സ്വാലിഹീങ്ങളെ പറ്റി അനാവശ്യ ധാരണ പോലും മനസ്സിലുണ്ടാവരുത്. മക്കളെ നമ്മൾ ഒരിക്കലും അങ്ങനെ പഠിപ്പിക്കരുത്. സ്വാലിഹീങ്ങളെ പറ്റി നല്ല ധാരണ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വേണം കുട്ടികളുടെ മനസ്സിലേക്ക് നാം കാര്യങ്ങൾ കടത്തിവിടാൻ. ആത്മവിശ്വാസത്തോടെ, ആത്മാർത്ഥതയോടെ എനിക്ക് പറയാൻ പറ്റും, ആലിമീങ്ങളെ ചീത്ത പറയുന്നതിന് സ്വയസുകാരനില്ല. സ്വാലിഹീങ്ങളെ ബഹുമാനിക്കുന്നവരാണ്. നമുക്കറിയാം, മഹാനായ താജുൽ ഉലമ ലോകത്തോട് വിട പറഞ്ഞത് റബീഉൽ ആഖിറിലാണ്. മഹാനവർകൾ പറയുന്ന രംഗം കാണണം. റബീഉൽ ആഖിർ എത്തിക്കഴിഞ്ഞാൽ എത്ര തിരക്കുണ്ടെങ്കിലും, ഞാൻ എന്ത് തിരക്കുണ്ടെങ്കിലും അവരുടെ മദ്ഹ് പറയും. അവരോട് അത്ര ബഹുമാനാണ്. കണ്ടോ, അള്ളാഹു തന്നത് മുഹീദ്ദീൻ ഷേഖിന്റെ വർക്കത്തോണ്ടാണ്. അതുകൊണ്ട് ഞാൻ അവരെ മറക്കാൻ പറ്റില്ല. അവരെ മാസത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവരെ മദ്ഹ് ചെയ്യാതിരിക്കുക. ശരിയാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ റബീഉൽ ആഖിർ മാസത്തെ വല്ലാതെ സ്നേഹിച്ചവരാ. എല്ലാ ഫന്നും ഞാൻ പഠിച്ചിട്ടുണ്ട്. പട്ടാലീമീങ്ങൾക്കൊക്കെ നോക്കാതെ കിതാബ് എടുത്തു കൊടുക്കും, ഓതിക്കൊടുക്കും. എറണാകുളം ജില്ലയിൽ താജുൽ ഉലമ വന്നിരിക്കുന്ന ദിവസങ്ങൾ താമസിക്കുന്ന ഒരു ദർസുണ്ടെങ്കിൽ മഹാനായ കൽത്തറ ഉസ്താദിന്റെ ദർസാണ്. അല്ലാഹു ആഫിയത്തോടെ ദീർഘായുസ്സ് കൊടുക്കട്ടെ. ശിഷ്യന്മാരിൽ വെച്ച് ഏറ്റവും സ്നേഹമാണ് മഹാനായ കൽത്തറ ഉസ്താദിനോട്. അവിടെ വരും, ഹിക്കമ്പ് ദർസ് എടുത്തു കൊടുക്കാൻ വേണ്ടി വരും. ഞങ്ങളൊക്കെ പോയിരിക്കും, ഒരു ബർക്കത്തിനോട് പോയിരിക്കാറുണ്ട്. റബീഉൽ ആഖിർ വന്നാൽ എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ അവരുടെ മദ്ഹ് പറയാതിരിക്കൂല. ഞങ്ങൾ പറയണം, അത്ര സ്നേഹമാണ്. നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടവരെ, മഹാനായ താജുൽ ഉലമ ഒരു നിയോഗം പോലെ ലോകത്തോട് വിട പറഞ്ഞത് റബീഉൽ ആഖിർ 1-നാണ്. റബീഉൽ ആഖിർ 2-ന് നമ്മോട് വിട പറഞ്ഞു മഹാനായ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ്, അല്ലാഹു ദറജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. റബീഉൽ ആഖിർ 3-ന് നമ്മോട് വിട പറഞ്ഞു മഹാനായ ശംസുൽ ഉലമ ഇ കെ ഉസ്താദ്, അല്ലാഹു ദറജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. 3-ന് ഇ കെ ഉസ്താദ് ശംസുൽ ഉലമ, 2-ന് കണ്ണിയത്ത് ഉസ്താദ്, 1-ന് താജുൽ ഉലമ. ഒരു നിയോഗം പോലെ. എന്താണ് സംഭവം, എത്ര അത്ഭുതം. പ്രിയപ്പെട്ടവരും ചിന്തിക്കണം. സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്നവരാണ് യഥാർത്ഥ SSFുകാർ. സ്വാലിഹീങ്ങളെ പ്രിയം വെക്കുന്നവരാണ് യഥാർത്ഥ SYSുകാർ. ആലിമീങ്ങളെ ചീത്ത പറയാൻ പഠിപ്പിക്കുന്ന പാരമ്പര്യം SYSനും SSFനും ഇല്ല എന്നെ പ്രിയപ്പെട്ടവർ തിരിച്ചറിയണം. പക്ഷെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് എന്റെ മനസ്സിന് വല്ലാതെ വിഷമം തട്ടിയ ഒരു വീഡിയോ ക്ലിപ്പിംഗ് ആണ് കാണുന്നത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹബ്ബിദാനിഹി ഔ യുനസ്ബിറാനിഹി ഔ യുമജ്ജിസാനിഹി. സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ശുദ്ധ പ്രകൃതിയിലാണ് കേട്ടോ മക്കൾ ജനിക്കുന്നത്. ശുദ്ധ പ്രകൃതിയിലാണ് കുട്ടികൾ ജനിക്കുന്നത്. അവരുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്നത് വിവിധ തരത്തിലുള്ള വിശ്വാസ വൈകല്യങ്ങളിലേക്ക് യുഹബ്ബിദാനിഹി ഔ യുനസ്ബിറാനിഹി ഔ യുമജ്ജിസാനിഹി എന്ന് പറഞ്ഞ് വിവിധ വിശ്വാസ വൈകല്യങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ് ആ പറയപ്പെട്ടതിന് പണ്ഡിതന്മാർ വിശാലാർത്ഥം കൊടുത്തു. കുട്ടികളുടെ പെരുമാറ്റ ദൂഷ്യങ്ങളും അതിൽ പെടുന്നുണ്ട് എന്ന് പഠിപ്പിച്ചപ്പോ അതിന് കാരണക്കാരാരാ? അതിൽ ഏറ്റവും ആദ്യം ഇടപെടുന്നത് മാതാപിതാക്കളാണ്. കുട്ടികളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കുകയാണ്. എന്നെ വല്ലാതെ വിഷമിപ്പിച്ചൊരു വീഡിയോ ക്ലിപ്പിംഗ് ആണ്. നോക്കുക. കള്ളമുടി കൊണ്ടുവന്ന ആര് പൊന്നൂസേ? ആര് കൊണ്ടുവന്നത്? എത്തീം മക്കളെ കാശ് പറ്റിക്കുന്ന ആര് പൊന്നൂസേ? എത്തീം കുട്ടികളെ കാശ് പറ്റിക്കുന്നത് ആര്? പൊന്നൂസിന്റെ ശത്രു ആര്? ആര്? ഉപ്പാന്റെ ശത്രു ആര്? ബേബീഷുന്റെ ശത്രു ആര്? ഉമ്മാന്റെ ശത്രു ആര്? മുസ്ലിങ്ങളെ ശത്രു ആര്? ആര്? ഗുഡ് ബോയ്, മാഷാഅല്ലാ. കുട്ടികളെ പഠിപ്പിക്കുകയാണ്. റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഈ പുന്നാര മകൻ ഇവൻ തന്നെ ഇവന്റെ വാപ്പാക്ക് മറുപടി കൊടുക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ആ കുട്ടിക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരൊന്ന് ചിന്തിക്കൂ. ഇതൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്താൽ, ഞാൻ പറയുന്നു, ഞാൻ ഒരിക്കലും ഒരു SSFകാരനായി പഠിച്ചു വളർന്നവനല്ല. ഞാൻ വളരെ അടുത്ത കാലഘട്ടത്തിലാണ് സംഘടനയെ പരിചയപ്പെട്ടത്. SYSന്റെ മെമ്പറായത്. ചിന്തിക്കണം, പഠിച്ചതാണ്, ഇരുന്ന് പഠിച്ചതാണ്. ആലിമീങ്ങളെ സ്വാലിഹീങ്ങളെ ചീത്ത പറയുന്ന പാരമ്പര്യമുള്ള ഒരാൾ പോലും SYSലോ SSFലോ ഇല്ല. ഇ കെ ഉസ്താദിനെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ AP ഉസ്താദിനെ സ്നേഹിക്കുന്നു. AP ഉസ്താദിനെ ഇ കെ ഉസ്താദിനെ സ്നേഹിക്കുന്നത് പോലെ കണ്ണീത്ത് ഉസ്താദിനെ സ്നേഹിക്കുന്നു. അവരെ സ്നേഹിക്കുന്നത് പോലെ താജുൽ ഉലമയെ സ്നേഹിക്കുന്നു. സ്വാലിഹീങ്ങളെ പ്രിയം വെക്കുന്നവരാണ് സ്വാലിഹീങ്ങൾ. നാം ഒന്ന് ചിന്തിക്കണം. വളരെ ഗൗരവമാണ്. ഇതങ്ങ് കണ്ടു കഴിഞ്ഞപ്പോ തൃശൂർ ജില്ലയിൽ തന്നെയുള്ള എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷഫീൽ അദ്ദേഹത്തിന്റെ മകനെ കൊണ്ടൊന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഇതാണ് ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ രക്ഷിതാവാരാ?
അല്ലാഹു. നമ്മുടെ നബിയുടെ പേരെന്തെന്നാ? അഹമ്മദ് അലി. സുന്നി കൈരളിയുടെ ആത്മീയ നേതാവാരാ? അബുതാരി. എത്തി മക്കളുടെ പിതാവാരാ? അബുതാരി. കേരളത്തിലെ 10,000-കണക്കിന് ഉസ്താദുമാരുടെ ഉസ്താദാരാ? അബുതാരി. മർക്കസിന്റെ സാരഥി ആരാ? അബുതാരി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പള്ളി നിർമ്മിച്ചതാരാ? അബുതാരി. ഏത് ഉസ്താദ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി പണിയാൻ പോണതാരാ? അബുതാരി. നോളജ് സിറ്റിയുടെ സൂത്രധാരനാരാ? അബുതാരി. ആസാമിലും ഗുജറാത്തിലും കാശ്മീരിലും പശ്ചിമ ബംഗാളിലൊക്കെ സാന്ത്വന പ്രവർത്തനം ചെയ്യുന്നതാരാ? അബുതാരി. അവിടുത്തെ അഭയാർത്ഥികൾക്കൊക്കെ വീട് വെച്ചെടുക്കുന്ന ആളാരാ? അബുതാരി. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനത്തും ഓടി നടന്ന് സേവനം ചെയ്യുന്നതാരാ? അബുതാരി. കേരളത്തിലെ റസൂലുള്ളാഹി തിരികെ സൂക്ഷിക്കുന്നത് ആരല്ല? അബുതാരി. നാസിമോന് ഏറ്റവും ഇഷ്ടമുള്ള ഉസ്താദാരാ? അബുതാരി. ഏറ്റവും ഇഷ്ടമുള്ളത്? അബുതാരി. 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 ഈ ചോദ്യങ്ങൾ മുഴുവനും പോസിറ്റീവാണ്, ഗുണാത്മക ചോദ്യങ്ങളാണ്. മറ്റു ചോദ്യങ്ങൾ മുഴുവനും നിഷേധാത്മകമാണ്. മുസ്ലിങ്ങളുടെ ശത്രുവാരാ? AP. നമ്മൾ പഠിച്ചത് ഇന്നൊക്കെ അതും ഇബ്ലീസ് ആണെന്നാണ്. ചിന്തിക്കണ്ടേ, എന്താണ് കാന്തപുരം ഉസ്താദ് ഈ ലോകത്ത് കൊച്ചുകുട്ടിയുടെ പോലും ശത്രുത വാങ്ങേണ്ട ഒരാളായി ചിത്രീകരിക്കപ്പെടാൻ കാരണം? 4000 പ്യുവർ എത്തീമക്കൾ, വാപ്പയില്ലാത്തതെന്ന് ഉറപ്പിക്കുന്ന 4000 പേർ തുർക്കി യതീംഖാനയിലുണ്ട് കേട്ടോ. നിങ്ങൾ ചിന്തിക്കണം. 19 രാജ്യങ്ങളിലെ വിശിഷ്ടാതിഥിയായി ക്ഷണിക്കപ്പെടുന്ന വ്യക്തിത്വം, 20,000-ഓളം സ്ഥാപനങ്ങൾ കൊണ്ടു നടക്കുന്നവർ, 10,000-കണക്കിന് പണ്ഡിതന്മാരുടെ ഉസ്താദ്. എന്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കണം. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ പറയപ്പെട്ട ഉസ്താദന്മാർ ഉൾപ്പെടെ നിങ്ങളൊന്ന് ചിന്തിക്കൂ. പ്രവർത്തകരിൽ തന്നെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഉൾപ്പെടെ, മുത്തഅല്ലിങ്ങൾ ഉൾപ്പെടെ, ഇവരെയൊക്കെ ഉസ്താദിന്റെ നേതൃത്വത്തിലേക്ക് എത്തേണ്ട കാന്തപുരം ഉസ്താദ് നിങ്ങളൊന്ന് ചിന്തിക്കണം. ഓരോ സംസ്ഥാനങ്ങളിൽ പോയി സ്ഥാപനങ്ങൾ നടത്തുകയാണ്. 5ഓളം ഭാഷകൾ സുന്ദരമായി കൈകാര്യം ചെയ്യുന്നു. നെടുമ്പാശ്ശേരിയിൽ ഹോട്ടൽ ലോട്ടസിൽ വെച്ച് ലക്ഷദ്വീപിലേക്ക് പ്രോഗ്രാമിന് പോകാൻ വേണ്ടി വന്ന ഗ്യാപ്പിൽ ഒന്ന് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, സ്വീറ്റ് റൂമിൽ ഇങ്ങനെ കിടക്കുകയാണ് ഉസ്താദ്, എന്നെ പിടിച്ച് അടുത്തിരിക്കാൻ പറഞ്ഞു. ഇരുന്നില്ല എന്നുള്ള കോലത്തിൽ ഞാൻ ആ ബെഡിലിരിക്കുകയാണ്. മന്ദിറായി ഉസ്താദ് ചോദിച്ചപ്പോൾ ഞാൻ എന്റെ ചില വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ഉടൻ പറയാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് പത്തിരി ഇഷ്ടമാണോ എന്നോട് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു, പത്തിരി ഇഷ്ടമാണ് ഉസ്താദെ. പത്തിരിക്ക് എന്ത് കറി കൂട്ടി കഴിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം? ഞാൻ ഉടനെ പറഞ്ഞു, ബീഫ് കറിയാണ്. ബീഫിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കാറുണ്ടോ എന്നോട് ചോദിക്കാം. പത്തിരി കൊണ്ടുവന്ന് വെച്ചാൽ ബീഫിന് വേണ്ടി കാത്തിരിക്കാറുണ്ടോ? ഞാൻ ഉണ്ട്. ഇനി അങ്ങനെ ചെയ്യരുത്. പത്തിരിക്ക് ബഹുമാനമുണ്ട്, പത്തിരി സ്വർഗത്തിൽ നിന്നുള്ളതാണ് എന്നിങ്ങനെ പറയാം. പത്തിരി കൊണ്ടുവന്ന് വെച്ചിട്ട് നിങ്ങൾ ബീഫിന് കാത്തിരുന്നാൽ ബഹുമാനം ബീഫിനാവും, പത്തിരിക്ക് ബഹുമാനം കുറയും. പത്തിരി കിട്ടിയാൽ ആദ്യം കുറച്ച് അതിൽ നിന്നെടുത്ത് കഴിക്കണം, കുട്ടികൾക്കൊക്കെ കൊടുക്കണം, അതിനെ ബഹുമാനിക്കണം എന്നിങ്ങനെ മന്ദിരായ ശൈഖുന എന്നോട് പറയാണ്. ഇത് കഴിഞ്ഞ ഉടൻ തന്നെ കിടന്നുകൊണ്ട് താടിയൊന്നിങ്ങനെ പിടിച്ച് മിനുക്കി ഞാൻ ആ രംഗം ഇങ്ങനെ ആലോചിക്കുകയാണ്. കൈ ഇങ്ങനെ വീശിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ വയലുകളൊക്കെ കണ്ടിട്ടില്ലേ? ഉണ്ട് ഉസ്താദേ, ഇതുപോലെ സുന്ദരമായ വയലുകളൊക്കെയുള്ള മനോഹരമായ ഒരു ഗ്രഹമുണ്ട്. ഭൂമിയെപ്പോലെ ഇരിക്കും. അവിടെ നിന്നാണ് ഇവിടെ പത്തിരിയായി മാറേണ്ട അരിമണികളുടെ വിത്ത് വരുന്നത്. സ്വർഗത്തിന്റെ വിഭവമാണ് പത്തിരി എന്ന് ഉസ്താദ് പറഞ്ഞു വെക്കുകയാണ്. 2010 ഏപ്രിൽ മാസത്തിലാണ് ഇതെന്നോട് പറഞ്ഞത്. ഇതിനുശേഷം വിവിധ വേദികളിൽ ഞാൻ കുട്ടികളൊക്കെ സംസാരിക്കുമ്പോൾ, മുത്തഅല്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശൈഖുനാ കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ഭൂമിയെ പോലെ ഒരു ഗ്രഹമുണ്ട്, അവിടെ നിന്നാണ് പത്തിരി വരുന്നത് കേട്ടോ. നിങ്ങളൊക്കെ കമ്പ്യൂട്ടർ നോളജ് ഉള്ളവരൊക്കെ, സോഫ്റ്റ്വെയർ ഒക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തിട്ട് എഴുതി വെക്കണം, ഭൂമിയെ പോലെ ഗ്രഹമുണ്ട് ശൈഖുനാ കാന്തപുരം. നാളെ ഇത് ആരെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും. എന്നിട്ട് എന്റെ ഉസ്താദ് പറഞ്ഞിട്ടൊന്നും അത് പുറകെ വന്നിട്ട് കാര്യമില്ല, ഇപ്പോൾ തന്നെ എഴുതി വെച്ചോ എന്നൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് വിവിധ വേദികളിൽ. നിങ്ങൾ അറിയണം, 2010 ഇത് പറഞ്ഞെങ്കിൽ 2011 ഡിസംബർ മാസത്തിലാണ് സുന്ദരമായ പത്രവാർത്ത നാം വായിച്ചു, ഭൂമിയെ പോലെ ഗ്രഹം കണ്ടെത്തി കെപ്ലർ 22b. ചിന്തിക്കണം, കെപ്ലർ 22b ഭൂമിയെ പോലെ ഗ്രഹം കണ്ടെത്തി 2011 ഡിസംബറിൽ. പറഞ്ഞിട്ട് 1.5 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോ പറയും, നിങ്ങൾ ഈ പറയുന്ന ശാസ്ത്രം മുഴുവനും ഏതെങ്കിലും സമയത്തൊക്കെ ശാസ്ത്രം കണ്ടെത്തും, എന്നിട്ട് പറയും ഖുർആനിൽ അതുണ്ട് ഇതുണ്ടെന്ന് പറയും. ശാസ്ത്രം കണ്ടെത്തുന്നതിന് മുൻപെല്ലാം പറയാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഒരുപക്ഷെ ഈ സദസ്സിൽ നിന്ന് വന്നേക്കാം. പറയാൻ പറ്റും. ശൈഖുനാ കാന്തപുരം പറഞ്ഞു, 2010 പറഞ്ഞ സംഭവം 11 ഡിസംബറിലാണ്, 1.5 കൊല്ലത്തിന് ശേഷമാണ് ലോകം കണ്ടത്.
ഒരു ഭൗതികൻ എന്ന നിലയിൽ വിഷയങ്ങൾ ശരിക്കും പഠിക്കുന്നുണ്ട്, ഈ വിനീതൻ പഠിക്കുന്നുണ്ട്, ആളുകളെയും പഠിക്കുന്നുണ്ട്, പ്രസ്ഥാനങ്ങളെയും പഠിക്കുന്നുണ്ട്. പഠിച്ച് തിരിച്ചറിഞ്ഞടുത്തതാണ് സംഘടനയോട്. ഒന്ന് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടെ നാം മനസ്സിലാക്കണം. അതിനുശേഷം 2011 ഈ വാർത്ത വന്ന് പിറ്റേ ദിവസം ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു. നിങ്ങൾ പണ്ട് ഇങ്ങനെ ചില പ്രസംഗവേദികളിലൊക്കെ പറഞ്ഞു കേട്ടിരുന്നല്ലോ, പിന്നെ പത്തിരി ഭൂമി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലോ, എന്താ സംഭവം ഒന്നൊരു പറയാണ്. അപ്പൊ ഞാനത് വിശദീകരിച്ചു കൊടുത്തു. ഉടൻ തന്നെ ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആസാദ് ഹാജി, ഖത്തർ ഉസ്താദിന്റെ സ്ഥാപനത്തിന്റെ ഡയറക്ടർ ബോർഡ് അംഗമാണ്, അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ തന്നെ AP ഉസ്താദിനെ ഒന്ന് വിളിക്കണം, എന്നിട്ട് ചോദിക്കണം, 1.5 കൊല്ലം മുമ്പ് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പൊ അത് വാർത്തയായിട്ട് വന്നിട്ടുണ്ട്, എന്താ അതിനെപ്പറ്റി ഉസ്താദിന് പറയാനുള്ളത്, കൂടുതൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എന്നോട് പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞപ്പോ ആസാദ് ഹാജി പറയാണ്, അൽഹംദുലില്ലാ, ഞാൻ പിന്നെ മടവൂർ സിയാറത്ത് കഴിഞ്ഞ് വരുന്ന വഴിയാണ്, അങ്കമാലി എത്തിയിട്ടുണ്ട്, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചിട്ട് നിങ്ങൾ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞിട്ട് മൂപ്പര് വിളിച്ചിട്ട് ഉസ്താദിനോട് സംസാരിച്ചു. കാന്തപുരം ഉസ്താദ് ഈ വിഷയം കേട്ടപ്പോ എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പൊ പറയണേ, ഉസ്താദ് നീട്ടി ഒന്നങ്ങ് ചിരിച്ചു, എന്നിട്ട് പറഞ്ഞത്രേ, ഇനിയും എന്തൊക്കെ തെളിയാൻ കിടക്കുന്നു വിശുദ്ധ ഖുർആനിൽ നിന്ന്. ചിന്തിക്കണം, വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള അഗാധമായ അറിവാണ്. ഭൂമിയെപ്പോലെ ഗ്രഹമുണ്ടെന്ന് ശൈഖുന പറഞ്ഞ് 1.5 കൊല്ലത്തിന് ശേഷം അത് കണ്ടെത്തി. അത് കഴിഞ്ഞ് 2012 ഏപ്രിൽ എത്തിയപ്പോ വീണ്ടും പത്രവാർത്ത, ഭൂമിയെപ്പോലെ 8 ഗ്രഹങ്ങൾ വീണ്ടും കണ്ടെത്തി. ചിന്തിക്കണം, 2013 ഈ ഏപ്രിൽ മാസം ഈ കറാമത്തിന്റെ മാസമാണെന്ന് എനിക്ക് തോന്നുന്നത്. SSFന്റെ സ്റ്റേറ്റ് കോൺഫറൻസ്, പിന്നെ കേരള യാത്ര, ഇതിങ്ങനെ നടക്കുകയാണ്. അനന്തപുരിയെ പാൽക്കടലാക്കിയതിന്റെ പ്രിയപ്പെട്ടവർ കണ്ടില്ലേ? എത്ര വലിയ അപവാദങ്ങൾ പറഞ്ഞു പരത്തിയാലും സ്വാലിഹ്യങ്ങളെ, ആലിമ്യങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയം വെച്ചവരെ നമുക്ക് ഒരിക്കലും ഇകഴ്ത്താൻ പറ്റില്ല. അത് ഇകഴ്ത്തൽ നമ്മുടെ സ്വഭാവമല്ല. അതുകൊണ്ട് ഒരിക്കലും മക്കൾക്ക് നാം ഇത്തരത്തിൽ വിഷം കുത്തിവെക്കുന്ന പ്രവണത ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ ചെയ്യുന്നവർക്ക് അല്ലാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ. സുന്നത്ത് ജമാഅത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിപ്പിക്കട്ടെ. അതാ കാണുക, താജുൽ ഉലമയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ സുന്നി മക്കൾ സ്നേഹിക്കുന്നവരാണ് മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അല്ലാഹു ദറജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവർ ചിന്തിക്കണം, ഈ വിരോധം ഒരിക്കലും മുഅ്മിനീങ്ങൾക്കില്ല. സയ്യിദന്മാരാണ്, സയ്യിദ് പരമ്പരയാണ്. നാം ഒന്ന് തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്ത് ജമാഅത്തിനെ ഒരുമിപ്പിക്കുമാറാകട്ടെ. വളരെ ഗൗരവത്തോടെ ഈ വിഷയങ്ങൾ നാം ഉൾക്കൊള്ളണം. ഒരിക്കലും വിഷം കുത്തിവെക്കുന്ന പ്രവണത മക്കളിലേക്ക് ഒരിക്കലും നാം ചെയ്യാൻ പാടില്ല. തെറ്റാണ്. റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. ആലിമീങ്ങളെ ഒരിക്കലും ചീത്ത പറയുന്നവൻ സുന്നത്ത് ജമാഅത്തിലില്ല, SYSലില്ല, SSFലില്ല. മറിച്ച് ക്രിയാത്മകമായ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകലാണ് നമ്മുടെ ഉദ്ദേശം എന്നും വളരെ ഗൗരവത്തോടെ നാം